ന്റകത്ത് ലൈവില് ഇപ്പോഴാണ് നമ്മുടെ റെന ഫാത്തിമയെ ഷാനവാസിനെ ജയിലിൽ കയറ്റിയത്. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിന്റെ ഹെൽത്ത് പ്രോബ്ലം കാരണമായിരിക്കാം ഒരുപക്ഷെ ഇന്നലെ രാത്രിയില് ജയിൽ നോമിനേഷൻ എന്ന പ്രോസസ്സിംഗ് നടക്കുന്ന രാത്രിയിലാണ് അതിനെ ഒഴിവാക്കിയത്. ഷാനവാസിന്റെ ഹെൽത്ത് പ്രോബ്ലം കൊണ്ടാകാം. ഇന്ന് രാവിലെ ഇപ്പൊ ഇവരെ രണ്ടുപേരെ ജയിൽ അടച്ചിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത് ലാലേട്ടന് പ്രണയലേഖനം എഴുതുക എന്ന ടാസ്ക് ആണ്. അത് എത്ര പ്രണയലേഖനം എഴുതണ്ടേന്ന് അറിയാമോ? ഒരാൾ 100 എണ്ണം വെച്ച്. അങ്ങനെ രണ്ടുപേരോട് ചേർന്ന് 200 പ്രണയലേഖനങ്ങൾ എഴുതണം. ഈ പ്രണയലേഖനങ്ങൾ നമ്മുടെ ലാലേട്ടൻ നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡിൽ വായിക്കും. അതിലേതെങ്കിലും ഒരെണ്ണം എടുത്ത് വായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അവർക്ക് കൊടുത്തിട്ടുള്ള ടാസ്ക്. അപ്പൊ രണ്ടുപേരും കൂടെ ചേർന്ന് അതിനകത്ത് കയറിയിട്ട് ടാസ്ക് ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ നമ്മുടെ നിവിൻ ഷാനവാസിനെ ചൊറിയുന്നുണ്ടായിരുന്നു. അപ്പൊ ഷാനവാസും ഇപ്പൊ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഷാനവാസ് ആണല്ലോ നമ്മുടെ ബിഗ് ബോസിന്റെ എപ്പിസോഡുകളെല്ലാം തൂക്കുന്നത്. ഇന്നലത്തെ എപ്പിസോഡിൽ ഫുൾ നിറഞ്ഞു നിന്നത് ഷാനവാസായിരുന്നു. മിനിഞ്ഞാന്നത്തെ എപ്പിസോഡ് ഫുൾ നിറഞ്ഞു നിന്നത് ഷാനവാസായിരുന്നു. കാരണം വെച്ചാൽ റിയാസ് വന്നതിന് ശേഷം നമ്മുടെ ആദിലെ നൂറെ നമ്മുടെ ഷാനവാസിന് കൂടെ നിന്ന് ആദിലെ നൂറെ തിരിഞ്ഞ് ഷാനവാസിനെതിരെ മാറിയിരുന്നു. അപ്പം ഷാനവാസിന്റെ ജയിൽ നോമിനേഷനിൽ ആദിലെ നൂറെ ഉൾപ്പെട്ടിരുന്നു. അപ്പം ഷാനവാസ് ആകെ അവരുമായിട്ട് പിണങ്ങി നടക്കുന്ന സമയമാണ് ഇപ്പം. എന്തായാലും ഇപ്പം ജയിൽ ടാസ്ക് ആരംഭിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരം വരെ ഈ ജയിൽ ടാസ്ക് ആയിരിക്കും നടക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ലാലേട്ടൻ വരുന്ന ദിവസമാണ്. അപ്പം നിവിന്റെ പ്രശ്നവും നമ്മുടെ ഈ ഷാനവാസിന്റെ പ്രശ്നവും എന്തായി തീരുമെന്ന് നമുക്കറിയണം. അത് മാത്രമല്ല മറ്റേ നമ്മുടെ റെന ഫാത്തിമയുടെ